ബ്രാൻഡിങ് എന്നുള്ളൊരു വാക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. പലപ്പോഴും ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ഓഫ് കാര്യമാണ് ബ്രാൻഡിങ് എന്നുള്ള നിലക്കാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഈവൻ ക്ലയൻസ് അടക്കം അത് വരുന്ന സമയത്ത് നമുക്ക് ബ്രാൻഡിങ് ചെയ്യണം, അതുകൊണ്ട് ലോഗോ ചെയ്യണം എന്നുള്ളതാണ്. ശരിക്കും ബ്രാൻഡിങ് എന്നുള്ള വാക്കിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിൽ ബ്രാൻഡ് എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണുന്നുണ്ട് അല്ലേ? ബ്രാൻഡ് എന്നുള്ളൊരു വാക്ക് കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ബ്രാൻഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഗതിനെ നമ്മൾ ബ്രാൻഡ് ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ശരിക്കും അതിൽ മനസ്സിലാക്കുന്നത് എന്താണ് ബ്രാൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം. ശരിക്ക് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഡിസൈനിൽ ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ ഈവൻ ഒരു ബിസിനസ് ടേം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. ശരിക്കും ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് മാത്രമല്ല, പേഴ്സൺസ് ബ്രാൻഡ് ആവുന്നുണ്ട്, ഒരു വ്യക്തികൾ, ഒരു ആശയങ്ങൾ അത് ബ്രാൻഡ് ആവുന്നുണ്ട്, ടാഗ് ലൈൻസുകൾ ബ്രാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിനും അപ്പുറത്തേക്ക് അതിനൊരു മീനിങ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് എന്താണ് വാട്ട് ഈസ് ബ്രാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടും. A brand is a name, term, design, symbol or any feature that distinguish one seller's good or service from those other sellers. അങ്ങനെ ഒരുപാട് a class of goods identified by name as a product or a single firm. ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക ഡെഫിനിഷൻസ് പല സൈറ്റുകളിൽ നിന്നായിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ബ്രാൻഡ് എന്നുള്ളൊരു വാക്ക് ഒരു ബിസിനസ്സാണ് എന്നുള്ള നിലക്കാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ നമുക്കൊക്കെ ഓരോ പ്രയോറിറ്റീസ് ഉണ്ടാവും, ഓരോ സെഗ്മെന്റിൽ, ഓരോ ഫീൽഡിലൊക്കെ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടറുണ്ട്, കാറ്റി എന്ന് പറയും. എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ചെറിയൊരു തുന്നിക്കെട്ടാനൊക്കെ ഉള്ള ഒരു കേസാണെങ്കിൽ എല്ലാവരും നോർമലി ചോദിക്കും കാറ്റി ഡോക്ടറെ അടുത്തേക്ക് കാണിച്ചാൽ മതി എന്നുള്ളൊരു സജഷന് വരും. അല്ലെങ്കിൽ കാറ്റിനെ കാണിച്ചില്ലേ, അപ്പോൾ കാറ്റിനെ അല്ല വേറൊരു സ്ഥലത്താണ് കാണിച്ചു കഴിഞ്ഞാൽ അതെന്ത് കാറ്റിനെ കാണിച്ചൂടെ എന്ന് ചോദിക്കും. കാറ്റി മുഹമ്മദ് എന്നുള്ളതാണ് മൂപ്പരുടെ പേര്. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മുറിവുകൾ, ഇത്തരം കേസസിലൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ കാറ്റി ഡോക്ടറെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ കാറ്റി ഡോക്ടർ ബ്രാൻഡാണ് എന്ന് നമുക്ക് പറയാം. മൂപ്പർക്ക് ലോഗോ പോലും ഇല്ല, മൂപ്പര് ക്ലിനിക്കിന് എന്താ പറയുക ലോഗോയോ ഈവൻ ഒരു നെയിം ബോർഡ് പോലും ഇല്ല. പഴയ കാലം മുതലേ ആളുകളുടെ മൈൻഡിൽ ആ പെർട്ടിക്കുലർ സംഗതിക്ക് കാറ്റി ഡോക്ടറാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള തരത്തിൽ ബ്രാൻഡഡ് ആയി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ബിസിനസ്സിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ എന്നുള്ളൊരു സെഗ്മെന്റിൽ അടക്കം ഒരു ബിസിനസ് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല. ചില കേസസിൽ ചില കാര്യങ്ങൾ സജസ്റ്റൻ ചോദിക്കാൻ എന്നൊക്കെ ബ്രാൻഡഡ് ആയിരിക്കും. പൊളിറ്റിക്സിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സീസൺഡ് പൊളിറ്റീഷ്യൻസ് ഒക്കെ ഓരോ സെഗ്മെന്റിൽ ബ്രാൻഡഡ് ആണ്. ശശി തരൂരിനൊക്കെ നമ്മൾ വേറൊരു സെഗ്മെന്റിൽ വിളിക്കും. അങ്ങനെ ഓരോരുത്തരും അത്തരത്തിലൊക്കെ ബ്രാൻഡഡ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിന്റെ അപ്പുറത്തേക്ക് ആളുകളുടെ ബ്രെയിനിൽ നമ്മൾ എത്രത്തോളം രജിസ്റ്റേർഡ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സംഗതിയുടെ ബ്രാൻഡ് വാല്യൂവിനെ നമുക്ക് അളക്കാൻ പറ്റുക. എത്രത്തോളം കണക്റ്റഡ് ആണ് ആളുകളുടെ ബ്രെയിനിൽ എന്നുള്ളത്. ഒരൊറ്റ ആളുടെ ബ്രെയിനിലല്ല, ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ബ്രെയിനിനകത്തേക്ക് ഈ പറഞ്ഞ പേഴ്സൺ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, എത്രത്തോളം ഇമോഷണലി ആളുകളുടെ ഒരു സെറ്റ് ഓഫ് ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ടേമിനാണ് ശരിക്കും ബ്രാൻഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ആ ബിസിനസ്സിനെ ബ്രാൻഡാക്കി മാറ്റാൻ ആവശ്യമുള്ള കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ബ്രാൻഡിങ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ട് ലോഗോ വരും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. ലോഗോ വരും, അതിൻ്റെ ടൈപ്പോഗ്രഫി വരും, കളർ തീമുകൾ വരും, അതിൻ്റെ ഫോട്ടോഗ്രാഫി ഗൈഡ് ലൈൻസ് വരും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്ന് വിളിക്കും. വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞത് ബ്രാൻഡിങ്ങിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ശരിക്കും ഇനി ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ തന്നെ നോക്കാം. വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്നുള്ളത് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ്. ഈ വിഷ്വൽ ഐഡന്റിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ബ്രാൻഡിൻ്റെ അകത്ത് ബ്രാൻഡ് ആവണം. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കേസിന് എടുക്കാം. ആ ഒരു ബിസിനസ് ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് ആളുകളുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ആയിരിക്കും, ഏത് തരത്തിലാണ് ആവേണ്ടത് എന്നുള്ളൊരു പ്രീ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ ഏത് ഇൻഡസ്ട്രിയാണ്, ഏത് സെഗ്മെൻ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ഡിസൈനിലേക്ക് കടക്കുക എന്നുള്ളൊരു പ്രോസസ്സല്ല ശരിക്കും ചെയ്യേണ്ടത്. ആ ബിസിനസ്സിൻ്റെ ബ്രാൻഡാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് മാർക്കറ്റിലേക്ക് പ്ലേസ് ആവാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബ്രാൻഡ് പൊസിഷനിങ് എന്താണ്, അത് കീപ്പ് ചെയ്യേണ്ട സെറ്റ് ഓഫ് വാല്യൂസുകൾ എന്തൊക്കെയായിരിക്കും, അത് കീപ്പ് ചെയ്യേണ്ട ഒരു പേഴ്സണാലിറ്റി, ബ്രാൻഡ് പെർസോണ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് മുകളിൽ ലോഗോ
അടങ്ങുന്ന വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്നുള്ള ഒരു സൈസും വരാം. എന്തൊക്കെ വരും? ബ്രാൻഡിന്റെ മിഷൻ വിഷൻ വരും, ബ്രാൻഡ് മിഷൻ വരും, അതേപോലെ വിഷൻ വരും, ബ്രാൻഡ് വിഷൻ മിഷൻ വരും, പിന്നെ ബ്രാൻഡ് പൊസിഷനിങ് വരും, കോർ വാല്യൂസുകൾ വരും, ബ്രാൻഡ് പെർസോണ വരും. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്ട്രാറ്റജികൾ ഇവിടെ വന്നതിന് ഇതൊക്കെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ഏത് രൂപത്തിലാണ് മാർക്കറ്റിലെ ആളുകൾ നമ്മളുടെ പേരിനെ, ബിസിനസ്സിന്റെ പേരിനെ, ബിസിനസ് ആവണമെന്നില്ല, നമ്മളിപ്പോൾ ഒരു വ്യക്തിക്കാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ വ്യക്തിയുടെ പേരിനെ ഏത് തരത്തിലാണ് ആളുകളുടെ മൈൻഡിലേക്ക് വരേണ്ടത് എന്നതിന് പ്രകാരമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാനിങ് സെഷൻ, ഒരു സ്ട്രാറ്റജി സെഷൻ നമ്മൾ ചെയ്യണം, ഇരുന്നിട്ട് പ്ലാൻ ഔട്ട് ചെയ്യണം. ഇപ്പോൾ അതിൽ ഓരോ ടേമുകളും നമുക്കറിയാം. ബ്രാൻഡ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ മിഷൻ വിഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഒരു ലോങ് ടേമിൽ ഈ ആസ് എ ബ്രാൻഡ് നമ്മൾ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ബ്രാൻഡ് മിഷൻ. ബ്രാൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ഏത് പൊസിഷനിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം പല പ്രൊഡക്റ്റുകളും ഇത്തരത്തിൽ പൊസിഷൻഡാണ്. ഒരേ സെഗ്മെന്റിൽ തന്നെ ഓരോ പൊസിഷനിലാണ് ഓരോ പ്രൊഡക്റ്റുകളിൽ. ഇപ്പോൾ പെപ്സിക്ക് ഒരു പൊസിഷൻ ഉണ്ട്, കൊക്കോകോളക്ക് ഒരു പൊസിഷൻ ഉണ്ട്. എക്സാക്ട്ലി സെയിം പ്രൊഡക്റ്റിനടക്കം ആ ഡിഫറെൻറ്റ് പൊസിഷൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടെ പൊസിഷൻ എന്താണെന്നുള്ളതാണ് പൊസിഷനിങ്ങിൽ ഉണ്ടാവുക. നമ്മൾ കീപ്പ് ചെയ്യേണ്ട വാല്യൂസ് ഉണ്ടാവും, അത് പ്രകാരമുള്ള ബ്രാൻഡ് പെർസോണ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, ആളുകളിലേക്ക് രജിസ്റ്റേർഡ് ആവണം. ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന വിഷ്വൽ ലാംഗ്വേജ് ആണ് ശരിക്കും വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം മാത്രമാണോ യഥാർത്ഥത്തിൽ ബ്രാൻഡിങ്? ഒരിക്കലുമല്ല. വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നൊക്കെയുള്ള മറ്റ് ഗൈഡ്ലൈൻസുകളും ഉണ്ടാവും. ഇതേ ബ്രാൻഡ് പെർസോണയും കോർ വാല്യൂസും വിഷനൊക്കെ എന്ത് വേണ്ടി വരും, ഡിസൈനിന്റെ അപ്പുറത്തേക്ക് അവിടെയുള്ള ടീം അത് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഹയറിങ്ങിന്റെ സമയത്ത് ആ സെറ്റ് ഓഫ് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും. ഇവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും, ഇവര് കീപ്പ് ചെയ്യേണ്ട പേഴ്സണാലിറ്റി വേണ്ടി വരും, ഇന്ററാക്ട് ചെയ്യുന്ന ഓരോ ഭാഗത്തുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് ആളുകളിലേക്ക് ആ ഒരു ഇംപ്രഷൻ സെറ്റ് ആവുന്നത്. അല്ലാണ്ട് നമ്മൾ വെറുതെ ലോഗോ സെറ്റ് ചെയ്ത് ക്യാപ്ഷൻ ബേസ് ചെയ്തെന്നുള്ളതുകൊണ്ട് ബ്രാൻഡിങ് ഒരിക്കലും നടക്കുന്നില്ല. ബ്രാൻഡിങ് എക്സാക്ട്ലി നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ മൈൻഡിൽ നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് പണിയെടുക്കേണ്ടതുണ്ട്, ഒരുപാട് പണികൾ എടുക്കേണ്ടതുണ്ട്. ബിഹേവ് ചെയ്യണോടത്തും ഇന്ററാക്ട് ചെയ്യണോടത്തും ഒക്കെ നമ്മളുടെ ബിസിനസ്സിൽ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മളല്ല, നമ്മളെ സ്റ്റാഫ്സുകളാണ്. ആ സ്റ്റാഫ്സിന്റെ ഇന്ററാക്ഷനിലൂടെയാണ് അവർക്ക് നമ്മളുമായിട്ടുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെന്ത് വേണം, ആ സ്റ്റാഫ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അപ്പോൾ അത് ട്രെയിൻ ചെയ്യേണ്ടത് ഈ ബ്രാൻഡ് പെർസോണ ബേസ് ചെയ്തിട്ടും കോർ വാല്യൂസ് ബേസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ബ്രാൻഡിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് വിഷ്വൽ ഐഡന്റിറ്റിക്ക് വരേണ്ടത്. ഈ വിഷ്വൽ ഐഡന്റിറ്റിയിലുള്ള ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ലോഗോ എന്നുള്ളൊരു സംഗതി. അപ്പൊ ഏകദേശം ഒരു പിക്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളെ പറ്റി ഒരു കൃത്യമായ ധാരണ ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ കാറ്റി ഡോട്ടർ ഒരു ബ്രാൻഡാണ്, ആ ബ്രാൻഡിന് ലോഗോ പോലും ഇല്ല, പക്ഷെ ബ്രാൻഡാണ് എന്ന് പറഞ്ഞ പോലെ ലോഗോക്കും ഡിസൈനിങ്ങിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ബ്രാൻഡ് എന്നുള്ളൊരു ടേമിന് ഒരു അർത്ഥം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും, നമ്മുടെ ബ്രാൻഡാക്കി കൊണ്ടുവരാന്നുള്ള ഉദ്ദേശമായിരിക്കും, ചിലപ്പോൾ നമ്മളെ ബിസിനസ് ആയിരിക്കും. ആ ബിസിനസ്സിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാനുള്ള, ബ്രാൻഡ് മീൻസ് ആളുകളുമായിട്ടുള്ള കണക്ഷൻ, ആളുകളുടെ ബ്രെയിനിൽ നമുക്കുള്ള സ്ഥാനമാണ്. അപ്പോൾ അതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ജെഫ് ബെസോസ് ആണ്. ആമസോണിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജെഫ് ബെസോസ് പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളുടെ അഭാവത്തിൽ, നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുന്നോ അതാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളുടെ ലോഗോയോ കാര്യങ്ങളോ ഒന്നുമല്ല, മറ്റുള്ളവർ നമ്മളുടെ അഭാവത്തിൽ നമ്മളെ കുറിച്ച് എന്ത് സംസാരിക്കുന്നു അതാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്നുള്ളതാണ്. അപ്പൊ ആ ബ്രാൻഡ് എന്നുള്ള ടേമിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ബ്രാൻഡിങ്ങിലേക്ക് കിടക്കാം. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ് ബ്രാൻഡ് എന്നുള്ളത്. നമുക്കൊന്ന് ആക്കാം, ഒരു ഡെഫിനിഷൻ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മൊത്തം ഐഡിയാസ് കൂട്ടിയിട്ട്. എ ബ്രാൻഡ് ഈസ് ദ ഗട്ട് ഫീലിംഗ് പീപ്പിൾ ഹാവ് അബൌട്ട് എ പേഴ്സൺ ഓർ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ ഓർ പ്രോഡക്റ്റ് ഓർ എനിത്തിങ് ട്രിഗേർഡ് ബൈ ഇറ്റ്സ് പ്രസൻസ്, മെൻഷൻസ്, അഡ്വർടൈസ്മെന്റ്സ്, ലോഗോസ് ഓർ നെയിം. എന്താണ്, ആളുകൾക്ക് ഒരു പേഴ്സണിനോടോ ബിസിനസ്സിനോടോ ഓർഗനൈസേഷനോടോ പ്രൊഡക്റ്റിനോടോ മറ്റെന്തിനോടെങ്കിലോ ഉള്ള ഗട്ട് ഫീലിംഗ് ആണ്. ഗട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗ് ആണ്, ഗട്ടിൽ നിന്ന് വരുന്ന ഫീലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ലോജിക്കൽ അല്ല, ബ്രെയിനിൽ നിന്ന് വരുന്ന ഫീലിംഗ് പറഞ്ഞാൽ ലോജിക്കൽ ആയിട്ടുള്ള ഫീൽ ആണെങ്കിൽ ഗട്ട് ഫീലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഉള്ളിൽ നിന്ന് ലോജിക്കലി അങ്ങനെ കുറെ ആലോചിച്ചിട്ടൊന്നുമില്ല, നമുക്കൊരു ഫീലിംഗ് ആണ് വരിക, ഒരു ഇംപ്രഷൻ വരികയാണ്. ഒരു എന്ത് കാണുമ്പോൾ ആ ആളുടെ പ്രസൻസിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആളെ പറ്റി മെൻഷൻ ചെയ്യുമ്പോഴോ ആ ആളുടെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴോ ലോഗോ കാണുമ്പോഴോ പേര് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഉള്ളിൽ നിന്നൊരു ഫീൽ അങ്ങ് വരികയാണ്.
ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമുക്കതുണ്ടല്ലോ. ആപ്പിളിന്റെ ഒരു ഫോൺ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫീൽ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആപ്പിളിന്റെ ലോഗോ കാണുമ്പോൾ നമുക്ക് ആ ഫീൽ വരുന്നുണ്ട്. ആപ്പിളിന്റെ പരസ്യം കാണുമ്പോൾ നമുക്ക് ആ ഫീൽ വരുന്നുണ്ട്. സ്റ്റീവ് ജോബ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആ ഫീൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാറ്റി ഡോട്ടർ എന്നുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. അത്തരത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലാണ് ശരിക്കും ബ്രാൻഡ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ ഫീലിംഗ് ആണ് ബ്രാൻഡ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി ബ്രാൻഡിങ് എന്താണ് പ്രോസസ്സ്? ബ്രാൻഡിങ് ഈസ് ദ ബ്രാൻഡ് പ്രോസസ് ഓഫ് പ്ലാനിങ്, എക്സിക്യൂട്ടിങ് സ്ട്രാറ്റജീസ് ടു ഷേപ്പ് ദാറ്റ് ഫീലിംഗ് ആൻഡ് പെർസെപ്ഷൻ ഇൻ അതേഴ്സ് മൈൻഡ്. മറ്റുള്ള ആളുകളുടെ മൈൻഡിൽ നമ്മളുടെ ഫീലിങ്സും പെർസെപ്ഷൻസും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യലും എക്സിക്യൂട്ട് ചെയ്യലും ആണ് ബ്രാൻഡിങ്. ഓക്കെ, അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ബ്രാൻഡിങ്ങിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മൊത്തത്തിൽ എന്തെങ്കിലും ഇനി എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കാര്യം കറക്റ്റായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടായിരിക്കും. കസ്റ്റമർ സൈക്കോളജി ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കസ്റ്റമർ സൈക്കോളജി വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.